ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ഡോക്ടർ സ്റ്റോക്ക്. ആദ്യമായിട്ട് എല്ലാവർക്കും ഒരു പുതുവർഷം തുടങ്ങുകയാണ്. എല്ലാവർക്കും ഒരു നല്ലൊരു 2015 ആശംസിക്കട്ടെ. അതോടൊപ്പം ഇന്ന് എന്നോടൊപ്പം ഡോക്ടർ ജോബി എബ്രഹാം, ഈ 2015 ആദ്യത്തെ ഡോക്ടർ സ്റ്റോക്കാണ്. അദ്ദേഹം ഇവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഹെർണിയ എന്ന് പറയുന്ന വിഷയമാണ്. അദ്ദേഹം എറണാകുളം മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലെ കീഹോൾ സർജനാണ്. ഹെർണിയ ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിലെ മസിൽസിന്, പേശികൾക്ക് വീക്കം സംഭവിച്ച് അതിൻ്റെ ഇടയിലൂടെ കുടലിൻ്റെ ഭാഗങ്ങൾ പുറത്തേക്ക്, ഉള്ളിലെ അവയവങ്ങൾ അല്ലെങ്കിൽ ഭാഗങ്ങൾ പുറത്തേക്ക് വരുന്നതിനെ നമ്മൾ ഹെർണിയ എന്ന് സാധാരണ പറയുന്നത്. ശരീരത്തിൽ പല ഭാഗങ്ങളിലും ഹെർണിയ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തുടക്കത്തിൽ താരതമ്യേന വലിയ കുഴപ്പമൊന്നുമില്ലാതിരിക്കുമെങ്കിലും നമ്മൾ ശരിയായ രീതിയിൽ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് കുഴപ്പമുണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്ടറോട് കൂടുതൽ ചോദിക്കാം. ഡോക്ടർ ജോബി, ഗുഡ് മോർണിംഗ്. ഡോക്ടർ, ഞാൻ പറഞ്ഞു നമ്മളെ വിഷയം ഹെർണിയാണ്. അപ്പം ആദ്യം ഹെർണിയ എന്താണെന്നൊന്ന് സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. വയറിൻ്റെ പേശിക്കുള്ള ബലക്ഷയമുള്ള ഭാഗത്തു കൂടെ വയറിൻ്റെ ഉള്ളിലെ കുടൽ, ഒമൻറ്റം എന്ന് പറയുന്ന ഫാറ്റ്, ഇതെല്ലാം പുറത്തേക്ക് തള്ളി വരുന്നതിനെയാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതലായിട്ട് അത് കാണുന്നത് ആണുങ്ങളായ ആളുകളിൽ അത് നാഭി പ്രദേശത്താണ്. അതിന് ഇൻഗ്വേനൽ ഹെർണിയ എന്ന് പറയും. അതല്ലെങ്കിൽ ചെറിയ കുട്ടികൾ, അതുപോലെ തന്നെ പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകളാണെങ്കിൽ അവർക്ക് കൂടുതലായിട്ട് കാണുന്നത് പൊക്കിളിൻ്റെ ഭാഗത്താണ്. അതിന് പറയുന്നത് അംബിലിക്കൽ ഹെർണിയ എന്നാണ്. അതുകൂടാതെ നേരത്തെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ ഭാഗത്ത് സ്കാറിന് ഉണ്ടാകുന്ന വീക്ക്നെസ് മൂലം അതിൽ കൂടെ ഒരു സാക്ക് പ്രത്യക്ഷപ്പെട്ട് അതിലൂടെ ഒരു കുടലും ഇതൊക്കെ തള്ളി വരുന്നതിന് ഇൻസിഷണൽ ഹെർണിയ എന്ന് പറയും. ഇതാണ് കോമൺ ആയിട്ടുള്ള തരം ഹെർണിയകൾ. അതുകൂടാതെ റയറായിട്ടുള്ള ഫെമറൽ ഹെർണിയ, ലംബാർ ഹെർണിയ എന്നൊക്കെ പറഞ്ഞിട്ട് പല ഇതുകളുണ്ട്. കോമൺ ആയിട്ടുള്ളത്, പക്ഷേ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ഒരു അഡൾട്ടിൽ ഏറ്റവും കോമൺ 80% ആൾക്കാർക്കും നമ്മൾ കാണുന്നത് ഇൻഗ്വേനൽ ഹെർണിയ എന്ന് പറയുന്ന ഹെർണിയ. ഇപ്പോൾ ഈ പറഞ്ഞല്ലോ മസിൽസിന് വീക്കം സംഭവിക്കുന്നുണ്ട്. ഇത് ഈ വീക്കം സംഭവിക്കുക എന്നുള്ള ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ, അത് അതിന് വേറെ എന്തെങ്കിലും പുറത്തെ കാരണങ്ങളുണ്ടോ? പുറത്ത് ഒന്ന് ജന്മന അവിടെ ഒരു സാക്ക് ഉണ്ടെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അതിന് പറയുന്ന പേര് ഇൻഡയറക്റ്റ് ഹെർണിയ എന്നാണ്. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വൃഷണം എന്ന് പറയുന്നത് നമ്മൾ അമ്മയുടെ വയറ്റിനകത്തായിരിക്കുന്ന സമയത്ത് വയറ്റിനകത്താണ് വൃഷണം ഉണ്ടാകുന്നത്. അത് സ്ക്രോട്ടം എന്ന് പറയുന്ന സഞ്ചിയിലേക്ക് താഴോട്ട് ഇറങ്ങി വരുന്നത് അമ്മയുടെ വയറ്റിനകത്തായിരിക്കും ഗർഭാവസ്ഥയിലെ 7 മാസം മുതൽ 9 മാസം വരെയുള്ള സമയത്താണ്. അതോടുകൂടെ വയറ്റിനകത്തുള്ള പെരിട്ടോണിയം എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഒരു ട്യൂബ് വലിച്ച് അത് പുറത്തേക്ക് കൊണ്ടുവരും. തിരിച്ച് അത് പഴയ പോലെ ആവുകയാണ് 95% ആൾക്കാരിലും സംഭവിക്കുക. പക്ഷേ ഒരു 5% വരില്ല, ആ സാക്ക് അവിടെ പെർസിസ്റ്റ് ചെയ്യും. അതിന് പ്രൊസസ്സസ് വജൈനാലിസ് എന്നാണ് ശാസ്ത്രീയമായിട്ട് നമ്മൾ പറയുന്നത്. ആ സാക്ക് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീടൊരു സിറ്റുവേഷനിൽ നമുക്ക് നമ്മുടെ വയറ്റിനകത്തുള്ള പ്രഷർ കൂടുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കുറേ കാലത്തേക്കുള്ളൊരു ചുമയുണ്ടായി, അല്ലെങ്കിൽ വയറ്റിനകത്ത് കുറച്ച് നീർക്കെട്ടുണ്ടായി, അങ്ങനെയുള്ള അവസ്ഥയിലാണെങ്കിൽ ചിലപ്പോൾ അതിനുള്ളിൽ കൂടെ ഈ കുടലൊക്കെ തലനീട്ടി പുറത്തോട്ട് വരാൻ തുടങ്ങും. അത് ഇൻഡയറക്റ്റ് ഹെർണിയ എന്ന് പറയും. പക്ഷേ അതിനേക്കാളും കൂടുതൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഒരു 35-40 വയസ്സ് ആയ അഡൾട്ട് മെയിൽസിൽ, കൂടുതൽ സ്മോക്കേഴ്സിലാണത് കാണുക. നാഭിപ്രദേശത്തുള്ള ആ വീക്ക് ഏരിയ എപ്പോഴും കുറച്ച് ജന്മന ആ ഏരിയ വീക്കാണ്. പല ലെയറുകളുണ്ട് അബ്ഡോമിനൽ വാളിൻ്റെ മസിലുകൾക്ക്. അതിൽ ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യ എന്ന് പറയുന്ന ഒരു ഫേഷ്യയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫേഷ്യ. അതിന് വരുന്ന വീക്ക്നെസ്സും കൊണ്ട് ആ ഭാഗത്ത് ചെറിയൊരു മുഴ പ്രത്യക്ഷപ്പെടും. അത് പിന്നെ കുറേശ്ശായിട്ട് അതങ്ങ് വലുതാവും. അത് കുറേ കഴിയുമ്പോൾ സ്കോട്ടത്തിലേക്ക് ഇറങ്ങാൻ തുടങ്ങും. ഇത് ഡയറക്റ്റ് ഹെർണിയ എന്ന് പറയുന്നത് അത് പേശിക്ഷയം കൊണ്ടുള്ള ഹെർണിയാണ്. ഇങ്ങനെ ഈ 2 രീതിയിലാണ് ഇൻഗ്വേനൽ ഹെർണിയ പ്രത്യക്ഷപ്പെടുന്നത്. ഈ 2 തരത്തിൽ ഹെർണിയ ഉണ്ടാവും എന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു സിംറ്റംസിൻ്റെ ഒരു ഇത് വെച്ചിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഭാവിയിൽ ട്രീറ്റ് ചെയ്യാനുള്ള ഇത് വെച്ചിട്ടോ ഇതിന് സാരമായ വ്യത്യാസങ്ങളുണ്ടോ, അതോ രണ്ടും ഒരുപോലെ തന്നെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? ചികിത്സ രണ്ടിനും ഒരുപോലെയാണ്. കാരണം ഹെർണിയ എന്ന് പറയുന്ന അസുഖത്തിന് ഓപ്പറേഷൻ അല്ലാതെ ചികിത്സയില്ല. അപ്പോൾ മസിൽ വീക്ക്നെസ് കൊണ്ടുള്ളതാണെങ്കിലും ജന്മന ഉള്ള സാക്കാണെങ്കിലും നമ്മൾ ആ വീക്ക്നെസ് ഉള്ള ഏരിയ നമ്മളത് റിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. പണ്ട് കാലത്ത് നമ്മളത് തുന്നലിട്ടിട്ടായിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ നമുക്ക് അതിന് കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള മെത്തേഡുകൾ അവൈലബിൾ ആണ്. മെഷ് എന്ന് പറയുന്ന ഒരു പാളി നമുക്ക് അവൈലബിൾ ആണ്. അതുമാത്രമല്ല, പണ്ടൊക്കെ ഓപ്പൺ ഓപ്പറേഷൻ ആയിരുന്നു കൂടുതലായിട്ട് ചെയ്തിരുന്നത്. ഇപ്പോൾ കീഹോളിൽ ആ ഓപ്പറേഷൻ വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഹെർണിയ ഉണ്ട് എന്നൊരാൾ തിരിച്ചറിയുന്നത് എപ്പോഴാണ്? വളരെ എളുപ്പമാണത് കണ്ടുപിടിക്കാനായിട്ട്. നമ്മൾ ഈ പറയുന്ന അംബിലിക്കൽ ഏരിയയിലോ അല്ലെങ്കിൽ നാഭി പ്രദേശത്തോ പ്രത്യക്ഷപ്പെടുന്ന ഒരു മുഴ, അത്
നമ്മൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ ഭാരം എടുക്കുമ്പോഴോ അത് പുറത്തേക്ക് വരും. കിടക്കുന്ന സമയത്ത് അതങ്ങ് അപ്രത്യക്ഷമാവും. അതാണ് കാരണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഇനീഷ്യൽ സ്റ്റേജിൽ ഈ മുഴയ്ക്ക് വേദന ഉണ്ടാവില്ല. കുറച്ച് കഴിഞ്ഞാണ് പിന്നെ വേദന പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോഴാണ് ഈ മുഴയെപ്പറ്റി എല്ലാവരും ആലോചിച്ച് തുടങ്ങുക. അപ്പോൾ ഈ പുറത്തേക്ക് തള്ളി വരുന്ന, അതായത് ചുമയ്ക്കുമ്പോഴോ എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ വെയിറ്റ് എടുക്കുമ്പോഴോ പുറത്തേക്ക് തള്ളി വരുന്ന ഒരു മുഴ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലെങ്കിൽ കുഴപ്പമില്ല. ഓക്കെ. ഈ ഒരു സിംറ്റം അല്ലാതെ പിന്നീട് അത് പെയിൻഫുൾ എന്നുള്ള രീതിയിലേക്ക്, ആ പെയിൻ ഒരു സിംറ്റമായിട്ട് വരുന്ന ഏത് സാഹചര്യത്തിലായിരിക്കും? ഒന്ന് ഹെർണിയ കുറേശ്ശായിട്ട് വലുതാകുമ്പോൾ. അല്ലാതെ പെട്ടെന്നൊരു നമ്മളെന്തെങ്കിലും ഒരു കഠിനമായിട്ടുള്ളൊരു ചുമ വന്നു, അല്ലെങ്കിൽ ഭാരമുള്ള എടുത്ത് പൊക്കി, അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ കുടലിൻ്റെ ഇതൊക്കെ കയറി കഴിഞ്ഞിട്ട് തിരിച്ച് കറങ്ങാതിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സാക്കിനൊരു നെക്കുണ്ട്. ആ നെക്കിന് ഇതിന് ചുറ്റും ഭയങ്കര കട്ടിയായിട്ട് അങ്ങ് ഇരിക്കും. അന്നേരം ഈ കുടലിനകത്തോട്ടുള്ള രക്തഓട്ടം അങ്ങ് കുറയാൻ തുടങ്ങും. സഹിക്കാൻ വയ്യാത്ത വേദന ഉണ്ടാവും ആ സമയത്ത്. അത് പെട്ടെന്നാണ് സംഭവിക്കുക. അത് ഒരു ഗുരുതരമായിട്ടുള്ള കണ്ടീഷനാണ്. അതൊരു കോംപ്ലിക്കേഷനാണ്, എമർജൻസിയാണ്. ഉടനെ ഹോസ്പിറ്റലിൽ പോകണം. അത് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുടൽ അതിനകത്ത് ഇരുന്ന് മരിക്കും. ഡെഡ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊരു ബ്ലാക്ക് കളറായി മാറും. അതുകൂടാതെ അത് അപ്പോഴത്തേക്കും ഛർദ്ദിക്കാൻ തുടങ്ങും. ചിലപ്പോൾ ശരീരത്തിലെ പൾസ് റേറ്റ് ഭയങ്കരമായിട്ട് കൂടും, ബ്ലഡ് പ്രഷർ ഭയങ്കരമായിട്ട് കുറയും. അന്നേരം എമർജൻസി ആയിട്ട് നമുക്ക് യാതൊരു സംശയമില്ല. രാത്രി 2 മണിക്കൊക്കെ നമുക്ക് ചിലപ്പോൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഈ ഹെർണിയ എന്ന് പറയുന്ന സാധനം പൊതുവേ വലിയ ഉപദ്രവം ഇല്ലാതിരിക്കുന്ന ഇത് ഉപദ്രവകാരിയാകും എന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? വേദന അതിൻ്റെ ഒരു സിംറ്റമാണ്. രണ്ടാമത് ഇടയ്ക്കിടയ്ക്ക് അകത്തോട്ട് കയറി പുറത്തോട്ട് ഇറങ്ങി വരുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് നമ്മൾ സൂക്ഷിക്കണം. ഈ ഹെർണിയ വന്നൊരാൾക്ക് നിങ്ങൾ എന്തെങ്കിലും പരിശോധനകൾ ചെയ്യാറുണ്ടോ? ക്ലിനിക്കൽ പരിശോധനയിൽ കണ്ടുപിടിക്കാവുന്ന ഒരു അസുഖമാണ് ഹെർണിയ എന്ന് പറയുന്നത്. ഒരു 95% പേർക്ക് നമുക്ക് ക്ലിനിക്കൽ പരിശോധനയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതേസമയം അപൂർവം ചില ഹെർണിയകൾ, ഫെമറൽ ഹെർണിയ എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ സ്പോർട്സ്മാൻസ് ഹെർണിയ എന്നൊക്കെ പറയുന്ന അതിന് ചില ടെസ്റ്റുകൾ നമുക്ക് ആവശ്യം വരും. അതല്ലാതെ മിക്കവാറും 95% പേർക്ക് നമുക്ക് ക്ലിനിക്കൽ പരിശോധനയിൽ മാത്രം മതി, വേറെ ഒന്നും ആവശ്യമില്ല. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ ഈ ഒരു ഹെർണിയ ഉള്ള ഒരാൾ, അതൊരു ജനറൽ ക്വസ്റ്റ്യൻ, ഹെർണിയ ഉള്ള ഒരാൾക്ക് അത് കൂടി അസുഖം കുറച്ചുകൂടെ മൂർച്ഛിച്ച് കഴിയുമ്പോഴാണല്ലോ അതൊരു കോംപ്ലിക്കേഷൻ സ്റ്റേജിലേക്ക് പോവുക, അല്ലെങ്കിൽ നെറ്റ് സർജറി കൊണ്ട് ചികിത്സിക്കണം എന്നൊരു സ്റ്റേജിലേക്ക് വരാവുന്നത്. അത് മൂർച്ഛിക്കാതിരിക്കാൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് അതിനെ കൊണ്ടുപോകാൻ പറ്റുമോ? പറ്റും. പ്രത്യേകിച്ച് നമ്മൾ ചെയ്യേണ്ട കാര്യം പെട്ടെന്ന് വലിയ ഭാരം എടുത്ത് പൊക്കാതിരിക്കുക. സ്മോക്കിംഗ് ഉള്ള ആളുകളാണെങ്കിൽ അത് നിർത്തുക. കാരണം സ്മോക്കിംഗ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് എല്ലാ പഠനങ്ങളും തെളിയിച്ചിട്ടുണ്ട്. സ്മോക്കിംഗ് കൊണ്ട് ശരീരത്തിലെ കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്ന യോജിപ്പിക്കുന്ന ടിഷ്യൂവിന് ഡാമേജ് സംഭവിക്കും. അപ്പോൾ ഹെർണിയ വരാനുള്ള സാധ്യതയും അത് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ സ്മോക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാലോ എപ്പോഴും ചുമ കൂടുതലായിരിക്കും. അപ്പോൾ ഇത് കുറേശ്ശായിട്ട് വലുതായിക്കൊണ്ടിരിക്കും. അതുകൂടാതെ മൂത്ര തടസ്സമുള്ള ആൾക്കാർക്ക് ഒരു 50 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ വീക്കം കൊണ്ട് മൂത്ര തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാർ അത് പരിശോധിപ്പിച്ച് അതിനുള്ള ചികിത്സ എടുക്കുകയാണെന്ന് ചെയ്യേണ്ടത് ഹെർണിയ നമ്മൾ കൂടാതെ ശ്രദ്ധിക്കാം. ഈ ഹെർണിയ വന്നു, ഇപ്പം നിങ്ങളടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്തായിരിക്കും? ആദ്യം ക്ലിനിക്കൽ പരിശോധന, ഹെർണിയ ഉണ്ടെന്ന് കണ്ടുപിടിക്കുന്നു. അടുത്ത സ്റ്റെപ്പ് സർജറി ആണല്ലോ. അതിനേക്കാളും മുമ്പേ ഇത് കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് അതിനുള്ള ചികിത്സ കൊടുക്കണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ ആസ്മയുള്ള ആളാണെന്ന് വിചാരിക്കും. അയാളുടെ ആസ്മ കൺട്രോൾ ആയിരിക്കണം. അല്ലെങ്കിൽ മൂത്രതടസ്സം, പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ തടസ്സം കൊണ്ടുള്ള മൂത്രതടസ്സമുള്ള ആൾക്കാരെ അത് ചികിത്സിച്ച് ഭേദാക്കിയതിന് ശേഷം ഹെർണിയ ചികിത്സിക്കുന്നതാണ് ഉത്തമം. അല്ലെങ്കിൽ ഓപ്പറേഷന് ശേഷം രണ്ടാമത് വരാനുള്ള സാധ്യത കൂടുതലാണ്. ഈ സർജറി ചെയ്യുന്നത് ഇപ്പോൾ ഹെർണിയ പല പ്രായത്തിലും വരാം. കൂടുതലും കുറച്ച് പ്രായമുള്ളവരിലാണ് കാണുന്നതെങ്കിലും എനിക്ക് തോന്നുന്നില്ല പ്രായത്തിന് അങ്ങനെ റെസ്ട്രിക്ഷൻ ഭയങ്കരമായിട്ട് പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ ഒരു പ്രായപരിധിയുണ്ടോ ഇത് ഓപ്പറേറ്റ് ചെയ്ത് ചികിത്സിക്കുന്നതിന്? അതായത് ഇത്ര വയസ്സ് വരെ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ, അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ നിർബന്ധമില്ല. പക്ഷേ നമ്മൾ ലോജിക്കലായിട്ട് ഒരു 10-80 വയസ്സിന് മുകളിലുള്ള ഒരാൾക്ക് ഒരു വളരെ ചെറിയൊരു ഡയറക്റ്റ് ഇൻക്വൽ ഹെർണിയ, അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യതയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വാച്ച്ഫുൾ വെയിറ്റിംഗ് എന്ന് പറയുന്ന രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കണം. അദ്ദേഹത്തിൻ്റെ ഇത് ഹെർണിയ കൂടുന്നുണ്ടോ എന്ന് നോക്കണം, അതുകൊണ്ട് കോംപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതല്ലെങ്കിൽ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാതെ അത് ചികിത്സിക്കാവുന്നതാണ്. ഓക്കെ. അപ്പം ഈ ഹെർണിയ ഓപ്പറേഷൻ അതെന്താണെന്നൊന്ന് വിശദീകരിക്കാം. ഹെർണിയയുടെ ഓപ്പറേഷൻ
ബേസിക്കായിട്ട് നമ്മൾ പറയുന്നത് ഈ ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യ എന്ന് പറയുന്ന അതിൻ്റെ ഒരു ഡിഫക്റ്റ് കൊണ്ടാണ് ഹെർണിയ ഉണ്ടാകുന്നത്. ആ ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യനെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഹെർണിയ ഓപ്പറേഷനിൽ കൂടെ ചെയ്യുന്നത്. അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് പോളിപ്രൊപ്പിലിൻ്റെ മെഷ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയലാണ്. അത് നമ്മൾ ആ ഭാഗത്ത് ഈ ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യയുടെ ഏരിയയിലേക്ക് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് ചെന്ന് ആ മെഷ് അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിഷ്യൂ അതിനകത്തോട്ട് ഗ്രോ ചെയ്ത് നമ്മളിപ്പോൾ കമ്പിയിട്ട് വാർക്കൂലേ, അതുമാതിരി അവിടെ ഒരു നല്ല തിക്കായിട്ടുള്ളൊരു ടിഷ്യൂ ആയിട്ട് മാറും. അതുകൊണ്ട് ഹെർണിയ രണ്ടാമത് വരില്ല. 2 രീതിയിലാണ് അത് ചെയ്യുക. ഒന്ന് ഓപ്പൺ ആയിട്ടുള്ള ഓപ്പറേഷൻ, അല്ലെങ്കിൽ അതിനെ ലിസ്റ്റൻസിൻസ് മെത്തേഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ലാപ്രോസ്കോപ്പി എന്ന് പറയുന്ന കീ ഹോൾ സർജറിയിലുള്ള ഹെർണിയ. ഈ ഇപ്പം ഹെർണിയ വരുന്നത് ഇപ്പം ഇൻഗ്വൈനൽ ഹെർണിയ ഫോർ എക്സാമ്പിൾ ഏറ്റവും കോമൺ ആണെന്ന് പറഞ്ഞാൽ ഇൻഗ്വൈനൽ ഹെർണിയ വരുന്നത് ഒരു സൈഡിലും ആവാം, 2 സൈഡിലും ആവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈഡിൽ വരാം. അപ്പം ഒരു സൈഡിൽ ഹെർണിയ ഉള്ള ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു സൈഡ് മാത്രം റിപ്പയർ ചെയ്യുമോ അത് 2 സൈഡും ചെയ്യും? തീർച്ചയായിട്ടും 2 സൈഡും കൂടെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ മസിൽ വീക്ക്നെസ് എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ അത് ബോഡിയുടെ ഒരു ഭാഗത്ത് മാത്രമല്ല സംഭവിക്കുക, മറ്റേ ഭാഗത്തും സംഭവിക്കാം. അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രം ഹെർണിയ ആയിട്ട് വരുന്ന ഒരാൾക്ക് മറ്റേ സൈഡിൽ ഹെർണിയ വരാനുള്ള സാധ്യതയുണ്ട്. ശാസ്ത്രീയ പഠനങ്ങൾ അത് തെളിയിക്കുന്നത് 35% വരെ സംഭവിക്കാമെന്നാണ്. അത് പലപ്പോഴും നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് കാണുന്നില്ലെങ്കിലും ഞങ്ങൾ ഇപ്പോൾ കീഹോൾ സർജന്മാർ അത് ലാപ്രോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് ഓപ്പോസിറ്റ് സൈഡിൽ നോക്കുമ്പോൾ അവിടെ 22% പേർക്ക് വരെ നമ്മൾ കണ്ടുപിടിക്കാത്തൊരു ഹെർണിയ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കണ്ടുപിടിച്ചതായിട്ട് പഠനങ്ങൾ തെളിയിക്കുന്നു. അതുകൂടാതെ ഇപ്പോൾ ആ സ്ഥലത്ത് ഹെർണിയ ഇല്ലെങ്കിലും ഒരു 3-4-5 വർഷം കഴിഞ്ഞിട്ടായിരിക്കാം മറ്റേ സൈഡിൽ ഡെവലപ്പ് ചെയ്യുന്നത്. കീഹോളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഈ 2 സൈഡും ഒരുമിച്ച് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഒരേ മുറിവുകൾ മതി. ഒരു തവണ ഹോസ്പിറ്റലിൽ കിടന്നാൽ മതി. മറ്റേ സൈഡിനെ പറ്റി പിന്നെ ആലോചിക്കേണ്ട ഒറ്റ സർജറി പരിപാടി. അതെ. ഈ ഹെർണിയയ്ക്ക് വയ്ക്കുന്ന മെഷ് യൂഷ്വലി നമ്മുടെ ശരീരത്തിൽ എന്ത് ഫോറിൻ ഓബ്ജക്റ്റ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലേക്ക് വന്നിട്ട് മുള്ളു കൊണ്ടാലും അവിടെയും പഴുക്കുക, അതായത് ഒരു റിജക്ഷൻ എന്ന് പറഞ്ഞൊരു സംഗതിയുണ്ട്. അപ്പോൾ ഈ മെഷ് വയ്ക്കുന്നത് അങ്ങനെ ഒരു റിജക്ഷൻ സംഭവം ഉണ്ടാക്കുമോ? ഈ പോളിപ്രൊപ്പിലിൻ എന്ന് പറയുന്ന മെറ്റീരിയൽ പല രീതിയിലുള്ള പഠനങ്ങൾക്ക് ശേഷമാണ് മനുഷ്യനിൽ ഉപയോഗിച്ച് തുടങ്ങിയത്. കഴിഞ്ഞ ഒരു 70 വർഷമായിട്ട് അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. റിജക്ഷൻ എന്ന് പറയുന്നത് വളരെ ചുരുക്കം പേരിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ്. 1 in 1 lakh എന്നാണ് ടെക്സ്റ്റ് ബുക്കുകൾ പറയുന്നത്. അത് നമുക്ക് കണ്ടുപിടിക്കാനും ബുദ്ധിമുട്ടാണ്, വന്നാൽ അത് പ്രിവെൻറ്റ് ചെയ്യാനും എളുപ്പമല്ല. പക്ഷേ ബാക്കിയുള്ള എല്ലാ ആളുകൾക്കും ഇത് വളരെ ഭംഗിയായിട്ട് അത് ശരീരത്തിൻ്റെ ഭാഗമായിട്ട് മാറും. 3 ആഴ്ചക്കകത്ത് അതിനകത്ത് ടിഷ്യൂ ഗ്രോ ചെയ്ത് അത് ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറും. പിന്നെ ഒരിക്കലും അതിനെപ്പറ്റി ഓർത്ത് വിഷമിക്കേണ്ടി വരില്ല. ഈ ഒരു ഹെർണിയ സർജറി ഇപ്പം മെഷ് വെച്ച് 2 സൈഡും റിപ്പയർ ചെയ്ത് ഒരു ഇൻഗ്വൈനൽ ഹെർണിയ റിപ്പയർ ചെയ്തെന്ന് വയ്ക്കാം. ഈ പർട്ടിക്കുലർ ആൾക്ക് പേഷ്യൻറ്റിന് എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് നിങ്ങൾ വെക്കാറുണ്ടോ? അത് ഒരു കുറച്ച് നാളത്തേക്കേ ഉള്ളൂ അതോ കുറേ നാളത്തേക്ക് അത് തുടരുമോ? ഓപ്പറേഷൻ ഏത് രീതിയിൽ ചെയ്തു എന്നുള്ളതനുസരിച്ചിരിക്കും. ഇപ്പോൾ നമ്മൾ ഓപ്പൺ ഓപ്പറേഷനിൽ ചെയ്യുന്ന സമയത്ത് ഒരു 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു മുറിവിട്ടിട്ടായിരിക്കും ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഏത് ഓപ്പറേഷൻ കഴിഞ്ഞാലും മുറിവിൻ്റെ വലിപ്പം അനുസരിച്ചാണ് റെസ്റ്റിൻ്റെ കാര്യങ്ങൾ പറയുന്നത്. ഓപ്പൺ ഓപ്പറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 10 സെൻറ്റിമീറ്ററിൻ്റെ മുറിവുണ്ടാവും. അത് മാത്രമല്ല 3 ലെയർ ഓഫ് മസിൽസ് കട്ട് ചെയ്താലേ നമ്മൾ ഈ പറയുന്ന ട്രാൻസ്വേഴ്സാലിസ് ഫേഷ്യയുടെ അവിടേക്ക് എത്തുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ 3 ലെയറും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ മസിൽസ് എല്ലാം കൂടെ പഴയ പോലെ യോജിച്ച് ഇതാവാനായിട്ട് ഞങ്ങളൊരു 3 ആഴ്ചത്തേക്ക് ഭാരമുള്ള എടുത്ത് പൊക്കരുതെന്ന് പറയും, ബൈക്ക് ഓടിക്കരുതെന്ന് പറയും, പിന്നെ സ്റ്റെപ്പൊന്നും ഓടിക്കയറരുത്, ബസ്സിലോട്ട് ഓടിക്കയറുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. പിന്നെ ഓഫീസ് വർക്കുകളെല്ലാം ചെയ്യാം, അതിൽ കൂടുതലൊന്നും ചെയ്യാൻ ഞങ്ങൾ അനുവദിക്കില്ല. 6 ആഴ്ച എടുക്കും ഏത് മുറിവാണെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങാനായിട്ട്. അത്രയും സമയം നമ്മൾ വളരെ റെസ്ട്രിക്റ്റഡ് മൊബിലിറ്റിയാണ് സജസ്റ്റ് ചെയ്യുന്നത്. ഈ ഇപ്പോൾ ഡോക്ടർ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ഈ ചോദ്യത്തിന് തുടക്കത്തിൽ പറഞ്ഞ ഉത്തരം ഏത് തരത്തിൽ സർജറി ചെയ്തു എന്നുള്ള അനുസരിച്ചിരിക്കുമെന്ന് പറഞ്ഞു. അതെ. ഈ ഏത് തരത്തിലുള്ള സർജറി പേഷ്യൻറ്റിന് ചെയ്യണം എന്ന് തീരുമാനിക്കുന്ന ഏത് ക്രൈറ്റീരിയ വെച്ചിട്ടാണ്? പേഷ്യൻ്റ് പറയുന്ന അനുസരിച്ചിട്ടാണോ? പേഷ്യൻറ്റിന് ഒരു പ്രിഫറൻസ് ഉണ്ടായിരിക്കും. പക്ഷേ ചില ഹെർണിയകൾ നമുക്ക് അവർ വന്നിട്ട് എനിക്ക് ഡോക്ടർ ഇത് കീഹോളിൽ തന്നെ ചെയ്തു തരണം എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റിയെന്ന് വരില്ല. കാരണം വല്ലാതെ വലിപ്പമുള്ളൊരു ഹെർണിയ, ഈ സ്ക്രോട്ടത്തിലേക്ക് വല്ലാതെ ഇറങ്ങി നിൽക്കുന്ന ഒരു ഹെർണിയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് കീഹോളിൽ ചെയ്യില്ല. തടസ്സം വന്ന് അതിനകത്ത് ഒരുപാട് ടിഷ്യൂ എല്ലാം പ്ലഗ് ചെയ്തിരിക്കുന്നതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാടായിരിക്കും. പക്ഷേ നമുക്കൊരു 100 പേരെ എടുത്താൽ അതിലൊരു 90% പേർക്കും കീഹോളിൽ തന്നെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡോക്ടർ, ഇപ്പം ഹെർണിയ സർജറി ചെയ്ത ഒരു പേഷ്യൻറ്റിന്
വീണ്ടും റെക്കറൻസ്, അതായത് ഹെർണിയ വീണ്ടും വരാനുള്ള സാധ്യതയുണ്ടോ? നമ്മൾ രണ്ട് സൈഡും മെഷ് വെച്ച് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞ പോലെ ക്ലാസിക്കലി റിപ്പയർ ചെയ്തൊരു കേസിൽ പിന്നെയും റെക്കറൻസ് വരുമോ? റിക്കറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് ഏതൊരു ഓപ്പറേഷനാണെങ്കിലും അതിൻ്റേതായിട്ടുള്ള പരാജയ സാധ്യതകളുണ്ട്. നമ്മളിപ്പോൾ പഠനങ്ങൾ എടുത്താൽ എത്ര നന്നായിട്ട് ഓപ്പറേറ്റ് ചെയ്താലും 1% താഴെയുള്ള ആളുകൾക്ക് റിക്കറൻസ് വരാനുള്ള സാധ്യതയുണ്ട്. അതിന് ഒരുപാട് റീസണുകളുണ്ട്. ഒന്ന്, ഓപ്പറേഷൻ്റെ ടെക്നിക്കൽ ഫെയിലിയർ ആവാം, അല്ലെങ്കിൽ പേഷ്യൻ്റെ ടിഷ്യൂ ഫെയിലിയർ ആവാം. അങ്ങനെയുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഒരു തവണ ഓപ്പറേറ്റ് ചെയ്തു, രണ്ടാമത് ഓപ്പറേറ്റ് ചെയ്തു, 4ഉം 5ഉം തവണ ഓപ്പറേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടായിട്ടുണ്ട്. ഫെയിലിയർ ഉണ്ടായാൽ വീണ്ടും ചെയ്യാം, ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും പറ്റും. സെയിം പ്രൊസീജിയർ. അതിൽ ഞങ്ങൾ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, ഓപ്പൺ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് ഫെയിലിയർ വരുന്ന ഒരാൾക്ക് നല്ലത് കീ ഹോളിൽ റിപ്പയർ ചെയ്യുന്നതായിരിക്കും. കാരണം ഞാൻ പറഞ്ഞുതരാം. അതുപോലെ കീ ഹോളിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തിട്ട് ഫെയിലിയർ വന്നാൽ അത് നമ്മൾ നന്നായിട്ട് റിപ്പയർ ചെയ്യുന്നത് ഓപ്പൺ ചെയ്തിട്ടായിരിക്കും. ഇതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, ഓപ്പൺ ഓപ്പറേഷനിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന പ്ലെയിൻ ഓഫ് സർജറിയും കീ ഹോൾ ഓപ്പറേഷനിൽ നമ്മൾ റിപ്പയർ ചെയ്യുമ്പോൾ ഉള്ള പ്ലെയിൻ ഓഫ് സർജറിയും ഡിഫറൻ്റ് ആണ്. അതുകൊണ്ട് ഇപ്പോൾ ഓപ്പൺ ഓപ്പറേഷൻ കഴിഞ്ഞാൽ അവിടെ ഭയങ്കരമായിട്ട് സ്കാറൊക്കെ ഇരിക്കുന്നുണ്ടാവും. അന്നേരം നമുക്ക് അവിടെ തിരിച്ച് ഈ മെഷ് ഭയങ്കരമായിട്ട് സ്കാർ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു കമ്പി ഇട്ട് ഒരു സിറ്റുവേഷൻ. അപ്പോൾ അത്രയും കട്ടിയായിട്ട് അവിടെ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ വീണ്ടും ഓപ്പറേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഭയങ്കരമായിട്ട് ബ്ലീഡിങ് ഉണ്ടാവും ഒരുപാട്. അതേസമയം നമ്മൾ ആ പേഷ്യൻറ്റിനെ കീ ഹോളിൽ ഓപ്പറേറ്റ് ചെയ്താൽ മറ്റൊരു പ്ലെയിനിലായതുകൊണ്ട് അവിടെ ബ്ലീഡിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ നമ്മളൊരു മെഷ് വയ്ക്കുകയാണ് അവിടെയും ചെയ്യാം. പിന്നെ മെഷ് ആണ് പരിഹാരം. ഓക്കെ. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞല്ലോ കീ ഹോളും ഡയറക്റ്റ് ഓപ്പൺ ചെയ്തുള്ള സർജറി, ഇതിന് അഡ്വാൻറ്റേജ് ഡെഫിനറ്റ്ലി കീ ഹോളിന് തന്നെ ആയിരിക്കും. എന്നാലും എന്താണ് മെയിൻ അഡ്വാൻറ്റേജസ്? എന്തൊക്കെ ഏറ്റവും മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ മുറിവിൻ്റെ വ്യത്യാസമാണ്. രണ്ട് സൈഡിലും ഓപ്പൺ ഹെർണിയയിൽ ഓപ്പറേറ്റ് ചെയ്താൽ 10 സെൻറ്റിമീറ്റർ വീതമുള്ള ഓരോ മുറിവുകളുണ്ടാവും. ആ മുറിവിന് വേദന ഉണ്ടാവില്ല എന്ന് നമുക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ആ സമയം രണ്ട് സൈഡിലെയും ഹെർണിയ നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് കീ ഹോളിൽ 1 സെൻറ്റിമീറ്ററിൻ്റെ മുറിവും 2.5 സെൻറ്റിമീറ്ററിൻ്റെ മുറിവും മാത്രം മതി. അത് മാത്രമല്ല, ഈ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരാൾക്കൊരു ഡയറക്റ്റ് ഹെർണിയാണെന്ന് വിചാരിച്ചോളൂ. അയാൾക്ക് മസിൽ വീക്ക്നെസ് കൊണ്ട് വന്ന ഹെർണിയാണെന്ന് നമ്മൾ ക്ലിനിക്കലായിട്ടും ടെസ്റ്റുകൾ വഴിയും കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഉള്ളിൽ ചെന്ന് നോക്കുന്ന സമയത്ത് അയാൾക്ക് ജന്മനാ ഉള്ളൊരു ഹെർണിയുടെ ഒരു അംശം അവിടെ ബാക്കിയുണ്ടെങ്കിൽ ഓപ്പൺ ഓപ്പറേഷനിൽ അത് മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. 100% ഇല്ലെന്നല്ല ഞങ്ങൾ പറയുന്നത്. പല ഡോക്ടർമാരും അത് രണ്ടും നമ്മൾ നോക്കാറുണ്ട്, പക്ഷേ മിസ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കീ ഹോൾ സർജറിയിൽ അങ്ങനെ ഒരു സാധ്യത ഇല്ല, 100% ഇല്ല. രണ്ടാമത്തെ കാര്യം, ചില അപൂർവ ഹെർണിയകൾ, കുറച്ച് വയസ്സായ ആൾക്കാർ, ഫെമറൽ ഹെർണിയ, അതൊക്കെ മിസ് ചെയ്യാനുള്ള സാധ്യത ക്ലിനിക്കലായിട്ടുണ്ട്. അതെ, കീ ഹോളിൽ അങ്ങനെ മിസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ ഈ ഏരിയകളെല്ലാം നമ്മൾ ഡിസെക്റ്റ് ചെയ്ത് മാറ്റിയാലേ നമുക്ക് ഈ മെഷ് കറക്റ്റായിട്ട് അവിടെ വയ്ക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഒരിക്കലും ഒരു ഹെർണിയ മിസ് ചെയ്യുന്ന കാര്യമില്ല. അതുപോലെ തന്നെ ഒരു സൈഡിൽ നമ്മളൊരു ഹെർണിയ കണ്ടിട്ട് ആ സൈഡാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതെന്ന് വിചാരിച്ചുള്ളൂ. ആ സമയത്ത് നമുക്ക് മറ്റേ സൈഡിൽ നോക്കാനായിട്ട് ഒരു 10 മിനിറ്റ് നേരത്തെ വർക്ക് കൂടുതലുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, 22% പേർക്ക് നമ്മൾ കണ്ടുപിടിക്കാത്തൊരു ഹെർണിയ അപ്പുറത്തുണ്ടാവും. അപ്പോൾ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ കറക്റ്റ് ചെയ്യാൻ പറ്റും. ഓപ്പണിൽ അത് നടക്കില്ല. ഓപ്പണിൽ അപ്പുറത്തെ സൈഡിൽ ഹെർണിയ ഉണ്ടോ എന്ന് നോക്കണമെങ്കിൽ നമ്മൾ അവിടെയും 10 സെൻറ്റിമീറ്റർ മുറിവുണ്ടാക്കി നോക്കണം. മനസ്സിലായി? അതുപോലെ തന്നെ രണ്ടാമത് വരുന്ന ഹെർണിയകൾ, ഓപ്പൺ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് രണ്ടാമത് വരുന്ന ഹെർണിയ, അതിന് ഏറ്റവും നല്ലത് കീ ഹോൾ സർജറി ആണെന്നാണ് ലോകത്തുള്ള എല്ലാ പഠനങ്ങളും തെളിയിക്കുന്നത്. ഈ ഹെർണിയ നമ്മളിപ്പോൾ വൺസ് റിപ്പയർ ചെയ്യാതെ, ഇപ്പം ഹെർണിയ ഉള്ള ഒരാൾ ഇത് റിപ്പയർ ചെയ്യാതെ കൊണ്ട് നടക്കുകയാണെങ്കിൽ അത് കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അപകടമുണ്ടോ? തീർച്ചയായിട്ടും അപകടമുണ്ട്. കാരണം ചെറിയ ഹെർണിയാണ്, ഡയറക്റ്റ് ഹെർണിയാണ്, അതിൻ്റെ നെക്കിൻ്റെ വ്യാസം വലുതാണ്. അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ അത് ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ കാണിച്ചത് കുഴപ്പങ്ങളില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തേണ്ടത് ആവശ്യമാണ്. അതില്ലെങ്കിൽ കുറേശ്ശെ അതിങ്ങനെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതായിട്ട് സ്ക്രോട്ടത്തിലേക്കാണ് അത് ഇറങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ നെക്കിൻ്റെ വ്യാസം കുറച്ച് കുറഞ്ഞു വരും. എപ്പോഴും അതിനകത്ത് കുടൽ കയറിക്കൊണ്ടിരിക്കും. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും ഒരു ഭാരം എടുത്ത് വെക്കുക എന്തെങ്കിലും ഉണ്ടായിക്കഴിഞ്ഞാൽ കുടൽ അതിനകത്ത് സ്റ്റക്കായാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാൻ പറ്റിയില്ലെങ്കിൽ, അപ്പോൾ നമ്മൾ ട്രാവൽ ചെയ്യുകയാണെന്ന് വിചാരിച്ചുള്ളൂ. ഇവിടുന്ന് നമ്മൾ ട്രിവാൻഡ്രം വരെ ട്രാവൽ ചെയ്യുകയാണ്, ബസ്സിനകത്ത് വെച്ചാണ് ഇത് സ്റ്റക്കാവണമെന്ന് വിചാരിച്ചു. നമ്മൾ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഡോക്ടറെ കാണാനൊന്നും പോകുന്നില്ല, നമ്മൾ ട്രിവാൻഡ്രത്ത് എത്തിട്ടെന്ന് വിചാരിക്കും. അപ്പോഴത്തേക്കും നമ്മൾ ആകെ ആവശ്യമായിട്ടുണ്ടാവും. അന്നേരം ഡോക്ടർ ചെല്ലുന്ന നോക്കുന്ന സമയത്ത് ഇത് കുടലിനകത്തോട്ടുള്ള രക്തോട്ടം കുറഞ്ഞു, അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളൂ, ഇനി ഉടനെ ഓപ്പറേഷൻ ചെയ്തോളൂ എന്ന് പറയും. അപ്പോൾ വളരെ 1 സെൻറ്റിമീറ്റർ 1/2 സെൻറ്റിമീറ്റർ മുറിവിൽ തീരേണ്ട ഒരു ഓപ്പറേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ആദ്യം ഹെർണിയ ഓപ്പൺ ചെയ്ത് നോക്കും. ഓപ്പൺ ചെയ്ത് കുടൽ ഡെഡായിട്ടിരിക്കേണ്ടെങ്കിൽ വയറ് കീറി ആ കുടൽ പുറത്തോട്ടെടുത്ത് ആ കുടൽ ഡെഡായ കുടലങ്ങ് മുറിച്ച് കളഞ്ഞ് അവിടെ വീണ്ടും തയ്ച്ച് വെച്ച്
ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് പിന്നെ നമ്മൾ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് ആയതുകൊണ്ട് മെഷ് അധികം ഉപയോഗിക്കാതിരിക്കുന്നത് നല്ലത്. അപ്പോൾ അതിൻ്റെ റിപ്പയർ കംപ്ലീറ്റ് ആയിട്ടില്ല. വയറിനൊരു ഓപ്പറേഷനായി, ഹെർണിയക്കിടെ അവിടെ ഒരു ഓപ്പറേഷനായി, ഒരു കഷ്ണം കുടലും പോയി. അപ്പോൾ ഇത് അനാവശ്യമായിട്ട് വരുത്തുന്ന ഒരു ഇതാണ്. അപ്പോൾ അത്രയും വലുതാവുന്നതിനേക്കാൾ മുമ്പേ ഇത് ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നല്ലത്. അതെ അതെ. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൻ്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഡോക്ടർ സ്റ്റോക്കിൽ ഡോക്ടർ ജോബി, അദ്ദേഹം എറണാകുളം മെഡിക്കൽ സെൻറ്ററിലെ ലാപ്രോസ്കോപ്പിക് സർജൻ. അദ്ദേഹം ഇവിടെ ഹെർണിയകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഹെർണിയ എന്താണ്, എന്തുകൊണ്ടുണ്ടാകുന്നു, അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ്, അതിൽ ഒരുപാട് ഓപ്ഷൻസ് ഒന്നുമില്ല, സർജറി മാത്രമേ ഉള്ളൊരു ഓപ്ഷൻ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ അധികം ഹെർണിയകളും സർജറിയിലൂടെ കറക്റ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. വളരെ ചെറിയൊരു ശതമാനം ഹെർണിയകൾ മാത്രമേ ഉള്ളൊരു വെയിറ്റ് ആൻഡ് വാച്ച് എന്ന രീതിയിൽ നമുക്ക് നോക്കി കണ്ട് വേണമെങ്കിൽ ചെയ്യാമെന്ന രീതിയിൽ നമുക്കൊരു എലക്റ്റീവായിട്ട് ചിന്തിക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഈ വിഷയത്തെ സംബന്ധിച്ച് സംശയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇമെയിലിലേക്ക് എഴുതുക. doctors@kairalitv.in ആണ് ഞങ്ങളുടെ ഇമെയിൽ ID. പ്രോഗ്രാമിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടി ഞങ്ങൾ എഴുതി അറിയിക്കുക. എല്ലാവർക്കും ഒരു പുതുവർഷം നേരുന്നു. 2015 എല്ലാവർക്കും വളരെയധികം നല്ല ഒരു വർഷമായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. ബൈ.